ഇന്നത്തെ വിസിറ്റ് നിങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ പറയാത്തോണ്ട് അറിയാത്തതാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഇവരെല്ലാം പഞ്ചായത്തുകാരാണ്, ഞാൻ മന്ത്രിയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്, എവിടേക്കും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഇന്നത്തെ വിസിറ്റിൻ്റെ ഒരു പ്രശ്നം, നമ്മളിന്ന് ഒരു പുതിയ ആലോചന പഞ്ചായത്തുമായിട്ട് നടത്തി. രണ്ട് കാര്യങ്ങളിൽ. ഒന്ന്, നമ്മൾ ക്യാമ്പ് ഏതാണ്ട് അവസാനിപ്പിക്കാനുള്ള സൗകര്യത്തിലേക്കായി. ക്യാമ്പിൽ നിന്ന് ആരും ഇറക്കി വിടില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണം. ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു 95 മിനിഞ്ഞാന്ന് പറഞ്ഞ്, ഇന്ന് 35, ഇന്നലെ 35, ഇന്ന് 14+2 ആയി. അപ്പോൾ അത് ഇവർ നല്ലതുപോലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും മെമ്പർമാരും MLAയും ഒക്കെ കൂടി ഇടപെട്ട് നന്നായി ആളുകളെ കൊണ്ടുപോകാനുള്ള വർക്ക് അത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഈ ആഴ്ച തന്നെ 30 എന്നാണ് പറഞ്ഞത്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും കൂടിയേ ഓർമ്മ. അത് സാധ്യമാകും, ആ കാര്യം നോക്കി. രണ്ട്, ഇന്നിപ്പോൾ ഇസാഫ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഒരു തൊഴിൽമേള നടന്നിരുന്നു. അപ്പോൾ ഇവർ പഞ്ചായത്ത് കൂടി ആലോചിച്ച്, ജില്ലാ പഞ്ചായത്ത് കൂടി ആലോചിച്ച് നമുക്ക് ഒന്ന് പരമാവധി ഇതിനകത്ത് തൊഴിൽ നഷ്ടപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ആലോചനയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ മേഖലയിൽ പൂർണ്ണമായും തൊഴിൽ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും തൊഴിൽ കൊടുക്കാവുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ രൂപം നൽകുകയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിൽ കൊടുക്കാവുന്ന ഓരോ സംവിധാനങ്ങൾ നമ്മൾ എടുക്കുകയാണ്. അപ്പം അതിൽ പല യോഗ്യതയുള്ള ആളുകളുണ്ടാവും. SLC ഉള്ളവരുണ്ട്, +2 ഉള്ളവരുണ്ട്, ഒന്നിലും പണി എടുക്കാത്ത ആളുകളുണ്ട്. പൂർണ്ണമായിട്ടും ഈ മേഖലയിൽ 794 കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ആ കുടുംബങ്ങളിൽ ഒരാൾക്കെങ്കിലും പൂർണ്ണമായും തൊഴിലുണ്ടാക്കാവുന്ന വിധത്തിലുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോകും. നാളെ 2 ദിവസം കഴിഞ്ഞല്ലോ മന്ത്രി പറഞ്ഞിട്ട് എവിടെ തൊഴിൽ എന്ന് ചോദിക്കരുത്. ഓഗസ്റ്റ് മാസം കഴിഞ്ഞു, ഓണം കഴിയുന്നതോടുകൂടി പൂർണ്ണമായ ആളുകൾക്ക് തൊഴിൽ ഏതെങ്കിലും വിധത്തിലുണ്ടാക്കാവുന്ന വിധത്തിൽ നമ്മളൊരു സംവിധാനം ഉണ്ടാക്കും. അതിനു മുമ്പ് ഒരു വീട്ടിൽ 2 പേർക്ക് 300 രൂപ താൽക്കാലിക വരുമാനം എന്ന വിധത്തിൽ ആലോചിക്കും. ഇത് രണ്ടും കൂടി കടന്ന് ഒരു സ്റ്റെപ്പ് കൂടി ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ട്. തീരുമാനമെടുത്തതിന് ശേഷം പറയാം. ക്യാമ്പുകളിൽ നിന്ന് താമസ സ്ഥലങ്ങളിലേക്ക് മാറ്റിയ ഒരാളെ പോലും വെറുതെ ഇരിക്കാനോ അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസമുണ്ടാകാനോ പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടാകാനോ ഒരു കാരണവശാലും സാഹചര്യം ഒരുക്കില്ല. അതിനാവശ്യമായിട്ടുള്ള പണമാണെങ്കിൽ പണം, പിന്നെ ആവശ്യ വസ്തുക്കളാണെങ്കിൽ ആവശ്യ വസ്തുക്കൾ, അതെല്ലാം കൊടുക്കാവുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ചേരുന്ന യോഗത്തോടുകൂടി അതിൻ്റെ അവസാനത്തെ മിനുക്കുപണി കൂടി ചെയ്ത് പൂർത്തീകരിക്കുമ്പോൾ ആ കാര്യം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയുള്ള സാഹചര്യത്തിൽ പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ സാഹചര്യങ്ങളിൽ അതൊന്ന് പുതുക്കി പണിയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. DDയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കൂടി അക്കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യം എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു, 2-ാം തീയതി തിങ്കളാഴ്ചയോടുകൂടി മേപ്പാടി സ്കൂളിൽ പൂർണ്ണമായും നമുക്ക് പ്രവർത്തനം ആരംഭിക്കാം. അതിനു മുമ്പുള്ള 3 സ്കൂളുകൾ അത് നമുക്ക് ബുധനാഴ്ച വരെ മുടക്കാണ്, വ്യാഴാഴ്ച മുതൽ ആരംഭിക്കാം. തൊഴിൽമേളയിൽ 67 അപേക്ഷകൾ ഇന്ന് വന്നിട്ടുണ്ട്. 5 പേർക്ക് ഇവരിപ്പോൾ തന്നെ ജോലി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇസാഫ് ജോലി കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള അപേക്ഷകൾ നമ്മൾ ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനോടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോടും MLA വരാൻ വൈകും, അദ്ദേഹത്തിനോടും ഇസാഫ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഒരു 100ഓളം പേർക്ക് ജോലി കൊടുക്കാൻ അവർ തയ്യാറാണ് എന്ന് അവരറിയിച്ചിട്ടുണ്ട്. റോട്ടറി ക്ലബ്ബ് ഒരു 100ഓളം പേർക്ക് ജോലി കൊടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, സെപ്റ്റംബർ മാസം ഓണം പൂർത്തീകരിക്കുന്നതോടെ ഇവർക്ക് പല വിധത്തിൽ, ഇപ്പോൾ നമ്മളീ കാണുന്ന ബെയിലി പാലത്തിൻ്റെ അപ്പുറത്ത് 500 ജീപ്പുകളാണ് ഒരു ദിവസം ഓടിയിരുന്നത്. അവരിനി എങ്ങോട്ട് ഓടും? അവരുടെ ജീപ്പിനൊരു പ്രയാസമില്ല, ആളുകൾക്കൊരു പ്രയാസമില്ല, അവരുടെ വീടുകൾക്കൊരു പ്രയാസമില്ല. പക്ഷെ അവർക്ക് ജോലി ഇനി ഉണ്ടാകില്ല. അങ്ങോട്ടിനി പോയിട്ട് എന്ത് കാര്യം ഉണ്ടാകാം? അപ്പോൾ അവരെ നമുക്ക് പുനരധിവസിപ്പിക്കണം. പുനരധിവാസം എന്നുദ്ദേശിക്കുന്നത് കേവലമായിട്ടുള്ള വീടും വഴിയും, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, വീടും വഴിയും ഭൂമിയും ഇലക്ട്രിസിറ്റിയും ആ വിധത്തിലല്ല. അവരെന്തായിരുന്നുവോ അത് നമുക്ക് തിരിച്ചു കൊടുക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനകത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ ഓരോ ചെറു കാര്യങ്ങളിൽ കൂടി ഇടപെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു തൊഴിൽമേള നടത്തിയത്. ഇപ്പോൾ കുടുംബശ്രീ ഇന്നലെ മുതൽ ഒരു പ്രയത്നം ആരംഭിച്ചിട്ടുണ്ട്. 22 വിഷയങ്ങളിൽ എന്തായിരുന്നുവോ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് അവർ അതിൻ്റെ വിശദാംശങ്ങൾ എടുക്കാനാണ് തീരുമാനിച്ചത്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവർക്കെല്ലാം ഏതെങ്കിലും ഒരു കുടുംബത്തിലെങ്കിലും സെപ്റ്റംബർ മാസത്തിൽ ജോലി കൊടുക്കാവുന്ന വിധത്തിൽ ഒരു സംവിധാനം നമ്മൾ ഉറപ്പുവരുത്തും. ഒരു ചെറിയ വരുമാനമെങ്കിലും അവർക്ക് കിട്ടാവുന്ന വിധത്തിലൊരു സംവിധാനം ഉറപ്പുവരുത്തും. അതല്ലാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കും. കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും സഹായം അതിനെന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടോ? തർക്കത്തിനില്ല. അല്ല, അങ്ങനെയല്ല, സാധാരണ ഇതുവരെ കിട്ടിയിട്ടില്ല. വരട്ടെ.
എന്തായാലും ഒരു താൽക്കാലിക പുനരധിവാസത്തിന് അപ്പുറത്തേക്കുള്ള ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. വരട്ടെ. ഇത് കിട്ടുന്നൊന്നും എവിടെയെങ്കിലും വെക്കിരിക്കില്ല. സർക്കാരിൽ വെക്കില്ല, ജില്ലാ പഞ്ചായത്തിൽ വെക്കില്ല, ബ്ലോക്കിൽ വെക്കില്ല, പഞ്ചായത്തിൽ വെക്കില്ല. താൽക്കാലം പാവപ്പെട്ടവർക്ക് കൊടുക്കും. അപ്പോൾ കിട്ടട്ടെ, അതനുസരിച്ച് കൊടുക്കും. ഈ പുനരധിവാസം, ഈ ഒരു ശാശ്വതമായ പുനരധിവാസം എത്ര വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന അങ്ങനെ എന്തെങ്കിലും എത്ര കൊടുക്കണ്ട, വർഷം എടുത്താൽ മതി, നമുക്ക് നോക്കാം.